ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ജോർജ് എലിയട്ട് എന്ന തൂലിക നാമമുള്ള ആംഗലേയ നോവലിസ്റ്റ് മേരി ആൻ 1819-1880 ഒരിക്കൽ എഴുതി, ജീവിതമാകുന്ന കൊച്ചരുവിയിലെ സുവർണ നിമിഷങ്ങൾ നമ്മെ അതിവേഗം കടന്നു പോകുന്നു. മാലാഹമാർ നമ്മെ സന്ദർശിക്കാൻ വരുന്നു. എന്നാൽ അവർ പോയതിനു ശേഷമേ അക്കാര്യം നാം അറിയുന്നുള്ളൂ. ജീവിത വിജയത്തിനുള്ള സുവർണാവസരങ്ങൾ കഠിനാധ്വാനത്തിൻ്റെ രൂപത്തിലാണ് പലപ്പോഴും പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നാം അവ കാണാതെ പോകുന്നു. ഇനി അവയെ കണ്ടാൽ തന്നെ വേണ്ട വിധം നാം ഉപയോഗിക്കാതെ പോകുന്നു. പ്രശസ്തനായ പ്ലാസ്റ്റിക് സർജനാണ് ഡോക്ടർ മാക്സ്വെൽ മാൾസ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്ന ഒരു ഡോക്ടർ ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നത് കണ്ടുപഠിക്കാൻ ഞാനും വരട്ടെയോ? തീർച്ചയായും, മാൾസ് പ്രതികരിച്ചു. എല്ലാ ദിവസവും രാവിലെ 8 മണിക്കായിരുന്നു ഡോക്ടർ മാൾസ് പ്ലാസ്റ്റിക് സർജറി നടത്തിയിരുന്നത്. 2-3 ദിവസം തുടർച്ചയായി ഡോക്ടർ മാൾസിൻ്റെ സുഹൃത്ത് പ്ലാസ്റ്റിക് സർജറി കണ്ടുപഠിക്കുവാൻ കൃത്യസമയത്ത് തന്നെ എത്തി. പക്ഷെ പിന്നീട് ആ സുഹൃത്ത് വന്നില്ല. കുറേ നാളുകൾക്ക് ശേഷം ഡോക്ടർ മാൾസ് തൻ്റെ സുഹൃത്തിനെ കാണാനിടയായി. അപ്പോൾ അദ്ദേഹം കാര്യം തിരക്കി. സുഹൃത്ത് പറഞ്ഞു, രാവിലെ ഉറക്കമുണർന്ന് ഓപ്പറേഷന് വരിക ബുദ്ധിമുട്ടാണ്. ഉച്ച കഴിഞ്ഞാണെങ്കിൽ ഞാൻ വരാം. പ്ലാസ്റ്റിക് സർജറിയിൽ താല്പര്യമുള്ള ആളായിരുന്നു ഡോക്ടർ മാൾസിൻ്റെ സുഹൃത്ത്. അത് പരിശീലിക്കാൻ അയാൾക്കൊരു അവസരം ലഭിച്ചു. എന്നാൽ തൻ്റെ ബുദ്ധിമുട്ടോർത്ത് അയാൾ ആ സുവർണ അവസരം പാഴാക്കി. നോവലിസ്റ്റ് മേരി ആൻ പറഞ്ഞതുപോലെ, നമ്മെ സന്ദർശിച്ച് നമ്മെ അനുഗ്രഹിക്കാൻ വന്ന മാലാഹമാരെ അവർ പോയതിനു ശേഷം മാത്രം നാം കാണുന്നു. ഇനി നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ അത്ര മെച്ചമല്ലെങ്കിൽ കൂടി നാം വിഷമിക്കേണ്ട. കാരണം നാം മനസ്സ് വെച്ചാൽ അത്ര മെച്ചമല്ലാത്ത അവസരങ്ങളും ജീവിതത്തിന് ഉപയോഗപ്പെടും. പുരാതന ഗ്രീസിൽ നിന്നൊരു കഥ. കുറേ രാഷ്ട്രീയക്കാർ ചേർന്ന് തങ്ങളുടെ ഒരു സുഹൃത്തിനെ വെറുതെ ഒന്ന് കളിയാക്കാൻ വേണ്ടി തങ്ങളുടെ കൊച്ചു രാജ്യത്തിലെ ചീഫ് പബ്ലിക് സ്കാവഞ്ചർ ആയി നിയമിച്ചു. തോട്ടിപ്പണി ചെയ്യുന്നവരുടെ മേൽനോട്ടമായിരുന്നു പ്രധാനമായും അദ്ദേഹത്തിൻ്റെ ജോലി. കളിയാക്കാൻ വേണ്ടിയാണ് തന്നെ ഈ ജോലി ഏൽപ്പിച്ചതെങ്കിലും തനിക്ക് കിട്ടിയ അവസരം അയാൾ ശരിക്കും വിനിയോഗിച്ചു. ആളുകളുടെ ശുചിത്വമില്ലായ്മയ്ക്കെതിരെ പോരാടിക്കൊണ്ട് തങ്ങളുടെ ഭവനങ്ങളും നഗരങ്ങളുമൊക്കെ വൃത്തിയായി സൂക്ഷിക്കാൻ അയാൾ പൊതുജനങ്ങൾക്ക് ഓർഡർ നൽകി. ശുചിത്വമില്ലായ്മയിൽ നിന്ന് ഉടലെടുത്ത പല രോഗങ്ങളും തൻ്റെ നിരന്തരമായ പരിശ്രമം മൂലം ഇല്ലായ്മ ചെയ്യുവാൻ അയാൾക്ക് സാധിച്ചു. അധികം താമസിയാതെ അയാൾ ആ കൊച്ചു രാജ്യത്തിലെ ഏറ്റവും ബഹുമാന്യതനായ വ്യക്തിയായി മാറി. അതോടൊപ്പം ചീഫ് പബ്ലിക് സ്കാവഞ്ചറുടെ ജോലി വളരെ പ്രസ്റ്റീജുള്ള ജോലിയായി മാറുകയും ചെയ്തു. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഏത് തരത്തിലുള്ളതുമായിക്കൊള്ളട്ടെ, നാം മനസ്സ് വെച്ചാൽ അവയെല്ലാം നമ്മുടെ നന്മയ്ക്കും വളർച്ചയ്ക്കുമായി ഉപയോഗിക്കാൻ തീർച്ചയായും സാധിക്കും. അതുപോലെ തന്നെ നമ്മളെ മുട്ടി വിളിക്കുന്ന മാലാഖമാരായ അവസരങ്ങൾക്ക് എപ്പോഴും വാതിൽ തുറന്നു കൊടുക്കുവാൻ നമുക്ക് ശ്രമിക്കാം.